കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നടന്നത് നാടകീയ രംഗങ്ങളെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ജുസൈലും അനുമോളും തമ്മിലൊരു വഴക്കുണ്ടായി. ജുസൈൽ അനുമോളെ കള്ളി എന്ന് വിളിച്ചു. അതോടെ അനുമോളുടെ തനി സ്വഭാവം പുറത്തു വരികയായിരുന്നു. കൈ ചൂണ്ടിക്കൊണ്ട് അനുമോൾ ദേഷ്യത്തോടു കൂടി വന്ന്, നീ ഇങ്ങനെ വിളിച്ചത് ഒട്ടും ശരിയായില്ല, ഇങ്ങനെയുള്ള വിളിയൊന്നും എനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ജുസൈലിനോട് ദേഷ്യപ്പെട്ടു. ബിഗ് ബോസ് നിയമം തെറ്റിച്ചുകൊണ്ട് ജുസൈൽ മേക്ക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയത് അനുമോളാണ്. അനു പറഞ്ഞത് സത്യമാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. എന്നാലും അനുവിനെ കള്ളി എന്നാണ് ജുസൈൽ വിളിക്കുന്നത്. എല്ലാം ഒളിപ്പിച്ചു വെച്ച് ഉപയോഗിച്ച ജുസൈൽ മാന്യമായി ജീവിക്കുന്നു. എവിടെയാണ് നിയമലംഘനം നടന്നത്? മോഹൻലാൽ ഇന്നും നാളെയുമായിട്ട് എത്തും. ആ എപ്പിസോഡുകളിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. അനു അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അനു ക്യാമറ നോക്കി തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അനുവിനെ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ് എന്ന പ്രേക്ഷകർ പറയുന്നത്. അനു ഇങ്ങനെ പ്രതികരിക്കുന്ന കുട്ടിയല്ല. ശരിക്കും പറഞ്ഞാൽ അനുമോളെ കള്ളി എന്ന് വിളിച്ചതോടു കൂടിയാണ് പ്രശ്നം തുടങ്ങിയത്. അതുവരെ അനുവിന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അനുമോൾ നല്ല രീതിയിൽ തന്നെ കളിച്ചുകൊണ്ട് മുന്നേറുകയായിരുന്നു. ഒരു കള്ളത്തരവും ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടും അനുവിനെ കള്ളി എന്നാണ് ജുസൈൽ വിളിച്ചത്. അനുവിൻ്റെ ഉയരത്തെ പോലും കുറ്റം പറയുകയാണ് ജുസൈൽ ചെയ്തത്. നല്ല രീതിയിൽ അനുമോളെ മാറ്റിയെടുക്കാനോ സംസാരിക്കാനോ ജുസൈൽ തയ്യാറായില്ല. ഓരോ ദിവസം കഴിയുന്തോറും ജുസൈൽ അനുവിനെതിരെ തിരിയുകയാണ്. ജുസൈലിനെതിരെ അനുമോൾ സംസാരിക്കാൻ തുടങ്ങിയതോടു കൂടി തന്നെ ഹൗസിൽ പ്രശ്നങ്ങൾക്ക് തുടക്കമായി. അതുമാത്രമല്ല, ജുസൈലിൻ്റെ അനുവാദമില്ലാതെ അനുമോൾ ജുസൈലിൻ്റെ വസ്തുക്കൾ പരിശോധിക്കുകയും കൂടി ചെയ്തപ്പോൾ പ്രശ്നം വഷളാവുകയായിരുന്നു. ദേഷ്യം വന്ന ജുസൈൽ അനുമോൾ സൈക്കോ ആണെന്ന് പറയുകയും തെറി വിളിക്കുകയും ചെയ്തിരുന്നു. ഹൗസിൽ ഭൂരിഭാഗം സ്ത്രീകളാണെങ്കിലും ജുസൈലിനാണ് ഹൗസിൽ പ്രാധാന്യമുള്ളതെന്ന് പറയാം. മലയാളം അറിയാത്തത് കൊണ്ടും പുറത്തുനിന്ന് വന്നത് കൊണ്ടും എല്ലാവരും ജുസൈലിൻ്റെ പിന്നാലെയാണ് പോകുന്നതെന്ന് അനുമോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ ശരികൾ ആരും തിരിച്ചറിയുന്നില്ല, എല്ലാവരും ജുസൈലിനെയാണ് വിശ്വസിക്കുന്നത്, ആരും തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് അനുമോൾ പ്രേക്ഷകരുടെ അടുത്ത് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. അനുമോൾ ഒരിക്കലും ഇങ്ങനെ പ്രതികരിക്കുകയോ വിഷമിക്കുകയോ ചെയ്യാത്ത വ്യക്തിയാണ്. അനുമോൾ അത്രയും സങ്കടപ്പെടുകയും അതിലൊരു പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ കൂടി തന്നെ അനുമോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അനുമോളെ കള്ളിയാക്കുന്ന രീതിയിൽ ജുസൈൽ സംസാരിച്ചത് തന്നെയാണ് അനുമോളുടെ പ്രശ്നം.